അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് IBSAയുടെ ലാസ്റ്റ് ടിയറിന്റെ അതായത് ഇന്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് പോകുന്നതിന് മുൻപ് ലാസ്റ്റ് ടിയറിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു നോ, ഇത് 3 ടിയർ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സാം ആണ്. ആൻഡ് ടിയർ 2 അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്. ഈവൻ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് ടിയറിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് ടിയറിൽ 75 കിട്ടിയ സ്റ്റുഡൻസിന് പോലും ഈ പറയുന്ന സെക്കൻഡ് ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ്. തന്നിരിക്കുന്ന ടൈമിന്റെ ഉള്ളിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ടൈമിന്റെ വളരെ ടൈം. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെജോറിറ്റി ആളുകളും അത് തന്നെയായിരുന്നു കംപ്ലൈന്റ് പറയുന്നത്, മാം നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ബട്ട് അവരുടെ ഒരു കഠിനമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടും അവരുടെ എഫേർട്ട് കൊണ്ടും നമ്മൾ അത്രമാത്രം ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു എക്സാമിനാണെങ്കിലും നമ്മൾ പഠിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിന് എത്രമാത്രം പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കുന്നുണ്ട്, എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത്. എസ്പെഷ്യലി IBയുടെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി മിഷന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ സെക്യൂരിറ്റി മിഷനാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നിരിക്കുന്ന നമുക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസിയുടെ ഇരട്ടിയുടെ ആളുകൾ എടുത്താൽ മാത്രമാണ് അവർക്ക് വളരെ നല്ല കാലിബർ ഉള്ള കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടിയർ 1 ഓൾമോസ്റ്റ് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് എഴുതി പാസ്സാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ബൈഹാർട്ട് പോയി പഠിച്ചിട്ട് അവിടെ കർപ്പിച്ച് വെക്കുന്ന ആളുകളെയല്ല നമുക്ക് IB പോലുള്ളൊരു വലിയൊരു ഏരിയയിലേക്ക്, വലിയൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടത്. നമ്മുടെ ആ ഒരു ടൈം, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമുക്ക് തന്നിരിക്കുന്ന ടൈമിന്റെ ഉള്ളിൽ നമുക്ക് അതിനെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടിയർ 2 ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അത് കൂടാതെ നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് ടയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അതായത് നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് പോയെങ്കിൽ കൂടി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മളുടെ ഇപ്പൊ ഗൾഫിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റിലേഷൻ, നമ്മുടെ ഫാമിലിയായിട്ടുള്ള റിലേഷൻ പോലും നമുക്ക് നല്ല രീതിയിൽ അന്വേഷണം പോയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ഒരു ഫൈനൽ റൗണ്ട് സെലക്ഷൻ വരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ റിജക്റ്റഡ് ആവും. മാത്രമല്ല ഇത് നമുക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ജോബാണ്. ബിക്കോസ് ആ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഹൈ സെക്യൂരിറ്റി ജോബാണ് നമ്മൾ ചെയ്തപ്പം. ഇതൊന്ന് ഞാൻ പറഞ്ഞു വന്നത് വളരെ നല്ല, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നാഷണൽ മിഷന്റെ സെക്യൂരിറ്റി മിഷന്റെ ഭാഗമാവെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾ കുറെ ബുക്കുകൾ വായിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറെ ഫാക്ട്സ് കാണാതെ പഠിച്ച് അവിടെ പോയി പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഈ ഒരു ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രാക്ടിക്കൽ കോൺഫിഡൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ടിയറിൽ മെയിനായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇപ്പൊ ഈവൻ IBSA നമുക്ക് മലയാളം, ഇംഗ്ലീഷ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ബോർഡ് മെമ്പേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചോദ്യത്തെ അറ്റൻഡ് ചെയ്യുന്നാൽ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ കോൺഫിഡൻസും പേഴ്സണാലിറ്റി, ഇനി അതുപോലെ ബേസിക് ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്. ഇനി നിങ്ങൾ ഈ ഒരു ജോബിന് ഫിറ്റ് ആണോ, നിങ്ങളുടെ ഈ റോളിന് നിങ്ങൾ ഫിറ്റ് ആണോ, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അത് IBയെ കുറിച്ച് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി മിഷൻ അതിനെക്കുറിച്ച് മാത്രമാവണമെന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നതെന്നൊന്നുമില്ല. നമ്മൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച് ചില ACA ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ചിലവർക്കാണെങ്കിൽ പോലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം നമ്മൾ ഒരു BSc ബോട്ടണി സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. ചിലർക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പം അതിൽ നിന്ന് മാത്രമുണ്ട്. ഇപ്പോൾ ബോർഡ് മെമ്പേഴ്സിൽ ആരെങ്കിലും ആ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള നല്ല രീതിയിൽ അറിവുള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ വരുന്ന സ്ഥലം ഏതാണ്, ഇപ്പോൾ കേരളത്തിൽ കോട്ടയം ആണെങ്കിൽ റബ്ബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ക്വസ്റ്റ്യൻസ് വരുന്നവരുണ്ട്. അപ്പം അത് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഏത് എന്നുള്ളതല്ല, നമ്മളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്,
അതുപോലെ ആ ഒരു ലെവൽ ഓഫ് പ്രസൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നമുക്കൊരു SSQ ഫോം ഉണ്ട്, ഒരു ബയോഡേറ്റ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സ്ഥലം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വരാം. ഇനി IBSAയുടെ ജോബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇനി നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിന് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിൽ വരാം. അങ്ങനെ പല ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള മലയാള മനോരമ, മാതൃഭൂമി, ദേശം, വോട്ടെവർ ഏത് മലയാള പത്രങ്ങളാണെങ്കിലും ഒന്ന് വായിച്ചു വയ്ക്കാൻ, ഞാൻ ഒന്നിനെയും എടുത്ത് പറഞ്ഞതല്ല. അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് വായിക്കുകയാണെങ്കിൽ ഇപ്പം അത് നമ്മളിപ്പോൾ വായിക്കാന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ, ഒരുപാട് വൊക്കാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യേണ്ട, മീൻസ് അങ്ങനെ നമ്മൾ അതെന്ന് പറഞ്ഞിരിക്കാതെ കറണ്ട് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ബോർഡറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിൽ എന്താ നടക്കുന്നത്, ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടെവർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം. അതുപോലെ ബോർഡർ സെക്യൂരിറ്റി, ഗവൺമെൻറ് സ്കീമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യൻ സെക്യൂരിറ്റി ബേസിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇവൻറ്റ്സ്, നിങ്ങൾ ആ പോകുന്ന ദിവസം അല്ലെങ്കിൽ മന്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇനി ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അറിയെങ്കിൽ പോലും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ IBSA Tier 3ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ബാച്ച് കൊണ്ടുവരികയാണ്. ഓൾറെഡി നമ്മുടെ Tier 2 കഴിഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ Tier 1 തൊട്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുതൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ബാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലിയർ ചെയ്തു, സെക്കൻഡ് ക്ലിയർ ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഇൻഡിവിജ്വൽ മോക്ക് ടെസ്റ്റ് ആണ് കൊടുക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമുക്ക് SSB അക്കാഡമിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിൽ പോലും തിരക്കുള്ളവരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഇൻഡിവിജ്വൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ച് പേരെ നമ്മൾ ഇനി ഒരു ലാസ്റ്റ് ബാച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ബാച്ച് കൊണ്ടുവരില്ല. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ബാച്ച് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. 3 മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടാകും, ഓറിയൻറ്റേഷൻ ഉണ്ടാകും, റീസെൻ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ IB ഹിസ്റ്ററി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സസ് തുടങ്ങി കുറച്ച് ഏരിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇൻ്റർവ്യൂ ബാച്ചിൽ നമ്മൾ ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അവരുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് അഡ്മിഷൻ ബുക്ക് ചെയ്യുക. നിങ്ങൾ വൈകുന്തോറും നമുക്ക് പ്രാക്ടീസാണ് ഇത്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് ഇരുന്നാൽ കൂടി നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും നിങ്ങളുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ വൈകിക്കേണ്ട, വളരെ ചുരുങ്ങിയ സീറ്റ്സ് മാത്രമേ ഇനിയുള്ളൂ. നമ്മൾ ലാസ്റ്റ് ബാച്ചാണ്, ഇനി നമ്മൾ ബാച്ച് കൊണ്ടുവരുന്നില്ല. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. ഉടൻ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക കേട്ടോ. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.